കണ്ണൂരിലെ പ്രധാന CPM നേതാക്കൾ പ്രതികളായ തലശ്ശേരി ഫസൽ വധക്കേസിൽ വിചാരണ നിർത്തിവെച്ചു. കേസ് പരിഗണിച്ചിരുന്ന എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 2 ജഡ്ജിക്ക് സ്ഥലം മാറിയതിനെ തുടർന്നാണ് വിചാരണ നിർത്തിവെച്ചത്. കേസിൽ സാക്ഷികൾക്ക് സമൻസ് അയച്ചിരുന്നു. CPM ക്രിമിനൽ കൊടിസുനി ഒഴികെ എല്ലാ പ്രതികളും ജാമ്യത്തിലുമാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പറയൂ വിവരങ്ങൾ. രോഹിണി, ഈ ഒരു കൊലപാതകം നടക്കുന്നത് 2006 ഒക്ടോബർ 22 പുലർച്ചെയാണ്. NDF പ്രവർത്തകനായ ഫസലിനെ CPM ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ സംഭവത്തിന് ശേഷം ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ വിചാരണ നടപടികൾ. കാരണം ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. നേരായ രീതിയിലായിരുന്നില്ല അന്വേഷണം നീണ്ടുപോയിരുന്നത്. RSS പ്രവർത്തകർക്ക് നേരെ അതിൻ്റെ കുറ്റം ആരോപിക്കാനും പ്രതികളാക്കാനും എല്ലാമുള്ള നീക്കങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ആ ഘട്ടങ്ങളിൽ നടന്നു. അതിനുശേഷം പിന്നീട് CBI അന്വേഷണം ഏറ്റെടുത്തു. അങ്ങനെയാണ് കാരായി രാജനും CPM നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനുമൊക്കെ ഈ കേസിൻ്റെ ഭാഗമായി മാറുന്നതും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും എല്ലാം തന്നെ ചെയ്തത്. അങ്ങനെ 8 പ്രതികളാണുള്ളത്. CPM ക്രിമിനലായ കൊടിസുനി ഉൾപ്പെടെ 8 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ കൊടിസുനി മാത്രമാണ് നിലവിൽ ജയിലിൽ തുടരുന്നത്. എന്നാൽ വിചാരണ ഇനിയും മുന്നോട്ട് നീങ്ങും, അല്ലെങ്കിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും എന്ന നില വരികയും മറ്റു നടപടികളെല്ലാം തന്നെ സാക്ഷി വിസ്താരം അടക്കം പൂർത്തിയാക്കാനിരിക്കെയാണ് ചില തടസ്സങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിചാരണയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത് ജഡ്ജിക്ക് സ്ഥലമാറ്റമുണ്ടായതോടുകൂടി താൽക്കാലികമായി വിചാരണ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സാക്ഷികൾക്ക് സമൻസ് നൽകിയിരുന്നു. സാക്ഷികളെ വിസ്തരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കായിരുന്നു തലശ്ശേരി ഫസൽ വധക്കേസിൽ അന്വേഷണം നീങ്ങിയിരുന്നത് എങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും തന്നെ വിചാരണ നടപടികൾ കോടതി നിർത്തിവെച്ചിരിക്കുന്നു. പുതിയൊരു ജഡ്ജി സ്ഥാനം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആ ജഡ്ജിക്ക് കീഴിലായിരിക്കും ഇനിയുള്ള വിചാരണ നടക്കുകയും ചെയ്യുക. ഏറ്റവും പ്രമാദമായ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഒന്ന്, കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ കൊണ്ട് തന്നെ പ്രമാദമായ കേസ് എന്ന പ്രത്യേകതയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ കാരായി രാജാനും കാരായി ചന്ദ്രശേഖരനും ഉൾപ്പെട്ട ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട കേസ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷിച്ച പോലീസ് അന്വേഷണ സംഘത്തിനുണ്ടായി. തുടർന്നായിരുന്നു ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള നീക്കങ്ങളും അത്തരത്തിലുള്ള ശ്രമങ്ങളുമെല്ലാം പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ, പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നടത്തുന്നതും. CBI ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്തത്. ആ കേസിലാണ് ഇപ്പോൾ വിചാരണ നടപടികൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. രോഹിണി, ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.